ഉയർന്ന മാനസിക സമ്മർദ്ദം, മങ്ങിയ ചിന്തകൾ, മാനസികമായിട്ടുള്ള ക്ഷീണം ഇതെല്ലാം മൈൻഡ്ഫുൾനെസ് ഇല്ലാത്തതിൻ്റെ ലക്ഷണങ്ങളാണ്. മാത്രമല്ല ഇത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുകയും ചെയ്യും. ഇത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം തകർക്കും. മാത്രമല്ല നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഇത് തകർത്ത് കൈത്തരും. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ ഇതാ 10 പ്രാക്ടിക്കൽ സ്റ്റെപ്സ്. ഒന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ അലാം വേക്കപ്പ് ആണ്. സാധാരണ നമ്മൾ ഈ ഫോണിനകത്തൊക്കെ ഈ അലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ആൻഡ്രോയിഡ് ഫോണും അതുപോലെ തന്നെ ഐഫോൺ ഫോണിൻ്റെയൊക്കെ ഈ ഒരു കോൾ റിംഗ് ട്യൂൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില സമയത്ത് ആൻഡ്രോയിഡ് ഫോണിൻ്റെ റിംഗ് ടോൺ ഒരുമാതിരി ബഹളം പോലെ ആയിരിക്കും, പേടിച്ചു പോകും തൊട്ടടുത്തിരിക്കുന്ന ആൾ. എന്നാൽ ഐഫോണിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ടെങ് 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 ഒരു സ്മൂത്താണ്, അത്ര പേടിപ്പെടുത്തുന്ന ഒരു സൗണ്ടൊന്നും നമുക്ക് പെട്ടെന്ന് തോന്നാറില്ല. മറ്റതിൻ്റെ സൗണ്ട് അങ്ങനെയല്ല, പെട്ടെന്ന് നമ്മൾ ഞെട്ടി വരെ പോകാറുണ്ട്. അതേപോലെ തന്നെ അലാം വെക്കുന്ന സമയത്ത് കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ അത് കേൾക്കാൻ ഒരു സുഖം ഉണ്ടായിരിക്കണം. ഒരു വെറുപ്പിക്കുന്ന ടോണായിരിക്കരുത്, ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടോണായിരിക്കണം. രാവിലെ ഒരാൾ നമ്മളെ തച്ച് എണിപ്പിക്കുന്നതും വളരെ സോഫ്റ്റ് ആയിട്ട് എണീക്കും മോനെ എന്ന് പറഞ്ഞ് എണിപ്പിക്കുന്നതും വ്യത്യാസമുണ്ടല്ലോ, അതേപോലെ തന്നെയാണിത്. അതിനുശേഷം നിങ്ങൾ ബെഡിൽ നിന്ന് എണീക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട്, നിങ്ങൾ ഫോൺ പോലും എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട്, ബെഡിൽ നിന്ന് എണീറ്റിരിക്കുന്നതിന് മുമ്പായിട്ട്, എണീറ്റിരുന്നാലും വേണ്ടില്ല, നിങ്ങൾ നിങ്ങളുടെ ശ്വാസം വിടുന്നതിൻ്റെ ആ ഒരു സ്പീഡ്, ആ ഒരു സൗണ്ട്, ആ ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ച് നേരം ഒന്നിങ്ങനെ ആലോചിച്ച് അത് മാത്രം മനസ്സിലൊന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ വിടുന്ന ശ്വാസം മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഒരു 2 മിനിറ്റ് അത്രയേ ഉള്ളൂ. അന്നത്തെ ദിവസം മൊത്തം ഒന്ന് കാമായിട്ട്, ഒന്ന് ഫ്രഷായിട്ട്, അടിപൊളിയായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണിത്. അപ്പോൾ രാവിലെ നേരത്തെ ഉണർന്ന ഉടനെ തന്നെ കണ്ണും തിരുമ്പിക്കൊണ്ട് മൊബൈലെടുത്ത് തോണ്ടാൻ നിൽക്കണ്ട. നിങ്ങളൊന്ന് നിങ്ങളുടെ ശ്വാസം, ഉച്ഛ്വാസം, ഈ സംഭവം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. അതിൻ്റെ സ്പീഡൊന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. എങ്ങനെ നിങ്ങൾ വിടുന്നു അതിൻ്റെ സൗണ്ട് ഒന്ന് നിങ്ങളുടെ ചെവിയിലിങ്ങനെ കേൾക്കുക. അത്രയും ചെയ്താൽ മതി 2 മിനിറ്റ് നേരത്തേക്ക്. നിങ്ങളുടെ ഈ മോർണിംഗ് ആങ്സൈറ്റി ഇതൊക്കെ കുറയ്ക്കാൻ ഇത് ഒരുപാട് സഹായിക്കും. രണ്ടാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റ് മൈൻഡ്ഫുൾ റിമൈൻഡേഴ്സ്. അതായത് ഓരോ മണിക്കൂറിനും വേണ്ടിയിട്ട് നിങ്ങളൊരു അലാറം സെറ്റ് ചെയ്യുക. അതായത് റിമൈൻഡർ സെറ്റ് ചെയ്യുക. നമുക്ക് മൊബൈലിൽ ചെയ്യാൻ പറ്റും. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ആ ഒരു റിമൈൻഡർ നമ്മൾ എന്തിനാണ് വെക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഇരിക്കുന്ന പോസ്റ്റർ ഒന്ന് മാറ്റാൻ, ഇരിക്കുന്ന സ്റ്റൈല് ഒന്ന് മാറ്റാൻ, നമ്മൾ ബ്രീത്ത് ചെയ്യുന്നതിൻ്റെ രീതി ഒന്ന് മാറ്റാൻ, നമ്മൾ മൊത്തത്തിലൊന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. നിങ്ങളിപ്പോൾ എണീറ്റ് പോയാലും വേണ്ടില്ല, ഇരിക്കുന്നിടത്തുനിന്ന് എണീറ്റ് പോയാലും പ്രശ്നമില്ല, ഒന്ന് നടന്നിട്ട് വന്നിരുന്നാലും കുഴപ്പമില്ല. ഇവിടെയും പറയുന്നത് നിങ്ങളുടെ ബ്രീത്തിനെ കുറിച്ചാണ്. ബ്രീത്ത് ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമ്മൾ എണീറ്റ് പോകുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു സ്ട്രെസ് ലെവൽ കുറയുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ ഓരോ മണിക്കൂർ നിങ്ങളിങ്ങനെ ഇടവിട്ട് നിങ്ങളുടെ ബ്രീത്തും നിങ്ങളുടെ പോസ്റ്ററും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, എണീറ്റ് നടക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഓവറോൾ നിങ്ങളുടെ ആ ഒരു മെൻ്റൽ പ്രഷർ അത് ഒരുപാട് കുറയ്ക്കും. നിങ്ങളുടെ സ്ട്രെസ് ലെവൽ ഒരുപാട് കുറയ്ക്കും. അപ്പോൾ മണിക്കൂറുകളോളം ഒരു സ്ഥലത്ത് തന്നെ കുത്തിയിരിക്കാതെ ഇടവേളകൾ എടുത്തുകൊണ്ട് നിങ്ങളെ തന്നെ ഒന്ന് റിഫ്രഷ് ചെയ്യുക. അങ്ങനെ റിഫ്രഷ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എഗെയിൻ ഫ്രഷ് ആയിട്ട് വന്നിരിക്കാൻ പറ്റും. ഫുൾ പൊട്ടൻഷ്യലോടുകൂടി, ഫുൾ പവറോടുകൂടി നിങ്ങൾക്ക് പിന്നെയും നിങ്ങളുടെ വർക്കോ നിങ്ങളുടെ പഠിപ്പോ എന്താണോ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ ടാസ്ക് ട്രാൻസിഷനാണ്. അതായത് ഓരോ പ്രവൃത്തികളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത്, നേരത്തെ 1 മണിക്കൂറാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ഒരു കുറച്ച് നേരം, അതായത് ഇപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ഇങ്ങനെ ഇട കൂടുന്ന സമയത്ത് ആ ഗ്യാപ്പിൽ ഒരു 10 സെക്കൻഡ് എണീറ്റ് പോകുന്നു വേണ്ട, ജസ്റ്റ് ഒരു 10 സെക്കൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ബ്രീത്ത് ഒന്ന് എഗെയിൻ നിങ്ങൾ എടുക്കുന്നത് ഒന്ന് എന്താ പറയുക, അത് നിങ്ങളൊന്ന് അവെയറായിട്ട് ചെയ്യുക. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുമ്പോഴോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴോ നമ്മുടെ ബ്രീത്തിനെ കുറിച്ച് നമ്മൾ ഓർക്കാറ് പോലുമില്ല. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ നടന്നോളൂ അല്ലേ. എന്നാൽ ഈ വർക്കിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു 10 സെക്കൻഡ് മാത്രം നിങ്ങൾ ബ്രീത്തിനെ കുറിച്ച് ചിന്തിക്കുക. ബ്രീത്ത് വിടുന്നത് മാത്രം ഒന്ന് മനസ്സിൽ കാണുക. ആ ഒരു ടോണ്, ആ ഒരു സ്പീഡ്, ആ ഒരു റിതം ജസ്റ്റ് ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഓർത്തുകൊണ്ടിരിക്കുക. അതൊന്ന് ഒബ്സർവ് ചെയ്യുക. അത്ര തന്നെ. ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗുണം എന്താ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഓവറായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നൊരു പ്രഷർ ഉണ്ടല്ലോ, ഒരു വല്ലാത്തൊരു അവസ്ഥ ഉണ്ടല്ലോ, അയ്യോ എനിക്ക് പറ്റുന്നില്ല, താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടല്ലോ, നമ്മളങ്ങനെ ഒരു ഫ്രീസ് ആവുന്നൊരവസ്ഥ ഉണ്ടല്ലോ. എങ്ങനെയപ്പോൾ അത് വിവരിക്കുക? ഒരുപാട് നേരം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ തല ഇങ്ങനെ പുകയാന്നൊക്കെ പറയില്ലേ, അതിങ്ങനെ കുറയ്ക്കാൻ പറ്റുന്നൊരു പരിപാടിയാണിത്. നിങ്ങൾ എണീറ്റ് പോകണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഇടയ്ക്കൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. എന്തെങ്കിലും ഒരു വായിക്കുന്ന കാര്യമോ ഒന്ന് എഴുതുന്ന കാര്യമോ ടൈപ്പ് ചെയ്യുന്ന കാര്യമോ എന്തെങ്കിലും ജസ്റ്റ് വർക്കോ എന്തോ ഈ വർക്കിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും.
ഇത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ അതൊക്കെ കൂട്ടുകയും ചെയ്യും, സ്ട്രെസ് ലെവൽ കുറയ്ക്കുകയും ചെയ്യും. 4ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എക്സസൈസ് ആണ്. അതായത് ദിവസം ഒരു നേരത്തിൽ എന്ന് പറഞ്ഞാൽ 3 നേരം നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. അതിനകത്ത് ഒരു നേരം മാത്രം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സകല ഡിജിറ്റൽ സ്ക്രീനുകളും ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് കണ്ണടച്ച് നിങ്ങൾക്ക് ആ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ പറ്റണം. കണ്ണടച്ചുകൊണ്ട് തിരഞ്ഞെടുത്ത് കഴിക്കണമെന്നല്ല, കഴിക്കുന്ന സമയത്ത് അത് രുചിക്കുന്ന സമയത്ത് വായിലിട്ട് ചവയ്ക്കുന്ന സമയത്ത് അത് ടേസ്റ്റ് കണ്ണടച്ച് ആസ്വദിച്ച് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ ഭക്ഷണത്തിൻ്റെ രുചി അത് മാത്രം ചിന്തിച്ച് അത് മാത്രം എൻജോയ് ചെയ്തുകൊണ്ട് നിങ്ങളിങ്ങനെ കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡൈജഷൻ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കും. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഭക്ഷണവുമായിട്ടുള്ള ഒരു ആത്മബന്ധം നല്ല രീതിയിൽ അവിടെ ബിൽഡാവും. മറ്റേത് നിങ്ങൾ എന്ത് ഭക്ഷണമാണ് കഴിച്ചതെന്ന് പോലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. കാരണം നിങ്ങൾ മൊബൈലിലായിരിക്കും അല്ലെങ്കിൽ ടി വിയിലായിരിക്കും. സോ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. അതിൻ്റെ ഒരു ഡിഫറൻസ് വളരെ വലുതായിരിക്കും. ഇത് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതിൻ്റെ ആ ഒരു തൃപ്തി ഒരുപാട് കൂട്ടുകയും ചെയ്യും, നിങ്ങളുടെ ആ പ്രഷർ ലെവൽ കുറയ്ക്കുകയും ചെയ്യും. 5ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീപ്പ് ബ്രെത്ത് ക്യൂസ് ആണ്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞു അടുത്ത പരിപാടിയിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ കിട്ടുന്ന ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ചെറിയ കിട്ടുന്ന ഗ്യാപ്പിനകത്ത് നിങ്ങൾ ഡീപ്പ് ബ്രെത്ത് എടുക്കുന്ന പരിപാടി ചെയ്യുക. ഇതേപോലെ തന്നെ ഒരു 2 മിനിറ്റ്, ഒരുപാട് നേരമൊന്നും ആവശ്യമില്ല. നിങ്ങളിപ്പോൾ മൊബൈൽ ഫോൺ എടുക്കുന്നു, അത് തോണ്ടാൻ പോകുന്നു, എന്തോ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഇരിക്കാൻ പോകുന്നു, അതല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നു. ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്നത് ഡീപ്പായിട്ട് ബ്രീത്ത് എടുക്കുന്നു, വിടുന്നു. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഡീപ്പായിട്ട് എടുക്കുന്നു പറഞ്ഞാൽ ഒരുപാട് എടുത്ത് കയറ്റേണ്ട ആവശ്യമില്ല. എടുക്കുന്നത് നല്ല ഡീപ്പായിട്ട് കുറച്ചധികം എയർ എടുക്കുന്നു, വിടുന്നു. 1-2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഒന്ന് ഫ്രഷ് ആവുന്നത് കാണാൻ പറ്റും. നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ, പഴയ വർക്കോ പഴയ ജോലിയോ പഴയ കാര്യങ്ങളോ പഴയ പ്രവൃത്തി ചെയ്തതിൽ നിന്ന് ഉണ്ടായ ഹാങ് ഓവറൊക്കെ അതോടുകൂടി മാറിക്കിട്ടും. കുറച്ചും കൂടി കുറച്ചുകൂടി ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് പുതിയൊരു പരിപാടിയിലേക്ക് ഇറങ്ങാൻ പറ്റും. ഇപ്പോൾ സ്റ്റേജിലൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ അധികം പരിചയമില്ലാത്ത ആൾക്കാർ ആണെങ്കിൽ അവർക്ക് ഉപദേശം കൊടുക്കാറുണ്ട്. ഒന്ന് ഡീപ്പ് ബ്രെത്ത് എടുത്ത് വിട്ടേ, ഒന്ന് കാമാവട്ടെ എന്നൊക്കെ പറയണത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സംഭവം ഇതാണ്, ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് നിങ്ങൾ പുതിയ എന്ത് പരിപാടിക്ക് വേണമെങ്കിലും ഇറങ്ങിക്കോ. അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഓക്സിജൻ ഫ്ലോ കൂടുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ ഒരുപാട് നല്ല രീതിയിൽ വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ സീക്രട്ട്, വേറൊന്നുമല്ല. ഒരുപാട് സയൻസിലേക്കും ആഴത്തിലേക്കും നമ്മൾ പറയുന്നില്ല, ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്കൊന്നും കിടക്കുന്നില്ല. പ്രാക്ടിക്കൽ സ്റ്റെപ്സ് മാത്രമാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ഒപ്റ്റിമൽ ലെവലിൽ നമ്മുടെ തലച്ചോറിന് ഓക്സിജൻ കിട്ടുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ്, ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് നിങ്ങളുടെ ഫോക്കസിൽ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ സ്ട്രെസ് ലെവലിൽ കുറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 6ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് ഡെയിലി അഫർമേഷൻ ജേണലാണ്. ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മുടെ ഒരു സെൽഫ് ടോക്ക് എന്ന് പറയുന്ന സാധനം വളരെ പോസിറ്റീവായിരിക്കണം. നമ്മളോട് തന്നെ സംസാരിക്കുന്ന ആ കാര്യങ്ങൾ വളരെ പോസിറ്റീവായെങ്കിൽ മാത്രമേ നമ്മൾ എവിടെയെങ്കിലേക്ക് എത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഗതി പിടിക്കുകയുള്ളൂ. അന്ന് ഇപ്പോൾ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ റിസൾട്ട്, മൊത്തത്തിൽ ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻ നടത്തുക എന്നുള്ളതാണ്. അന്നത്തെ രാവിലെയും വൈകുന്നേരം ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിസൾട്ടും ഒരു ട്രാക്ക് റെക്കോർഡ് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഡയറി എഴുതുന്ന പോലെ അന്നത്തെ കാര്യങ്ങൾ എങ്ങനെ പോയി, സെൽഫ് റിഫ്ലക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് നിങ്ങളുടെ ഒരു സെൽഫ് അവയർനെസ് കൂട്ടും. അല്ലെങ്കിൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലെ ആയിരിക്കും നിങ്ങളുടെ ജീവിതം പോകുന്നുണ്ടാവുക. അതല്ലാതെ ഇവിടെ എന്താണ് കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് തെറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാം ക്ലിയറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ സെൽഫ് അവയർനെസ് അവിടെ കൂടും. അതേപോലെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസും കൂടും. ഈ ഒരു രീതി എന്ന് പറയുന്നത് സക്സസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും സക്സസ് ആകാൻ കഴിയില്ല. 7ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ സൗണ്ട് ബ്രേക്കാണ്. ഇത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന എന്തെങ്കിലും ഒരു സൗണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ഇപ്പോൾ പശുവിൻ്റെ ഒച്ചയിടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു നായ കുരയ്ക്കുന്നതായിരിക്കാം, റോഡ് സൈഡിൽ ആണെങ്കിൽ ഹോൺ അടിക്കുന്നത്, കുറച്ച് ഹെവി ആയിട്ട് ഹോൺ അടിക്കുന്ന സൗണ്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയും അല്ലേ. അതുപോലെ ഇങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയുന്ന വളരെ സാധാരണമായിട്ടുള്ള സൗണ്ട്, ആ സൗണ്ട് കേൾക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ബ്രീത്ത് എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. കാരണം നിങ്ങൾ പെട്ടെന്നാണല്ലോ ആ സൗണ്ട് കേൾക്കുന്നത്. സോ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾ 1-2 സെക്കൻഡ് ഡിസ്ട്രാക്റ്റഡ് ആയി. ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ
ഒന്ന് ബ്രീത്ത് എടുത്ത് വിട്ടിട്ട് ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ, ഇതെല്ലാം 2 മിനിറ്റിൻ്റെ ഉള്ളിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 5-6 തവണ വിടുന്ന പരിപാടിയേ ഉള്ളൂ ബ്രീത്ത്. ഇങ്ങനെ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തീരാവുന്ന ഈ ഒരു പരിപാടി ഒന്ന് ചെയ്യുക ആ സമയം കൊണ്ട്. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സൗണ്ട് ആയിരിക്കും നമ്മൾ പെട്ടെന്ന് റിമൈൻഡ് ചെയ്യുന്നത്. സോ ആ ഒരു ടൈമിൽ നിങ്ങളിത് അപ്ലൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് വർക്കാണോ പഠിപ്പാണോ അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു സ്ട്രെസ്സിനെ കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഒരുപാട് കൂട്ടാൻ സഹായിക്കും. ഒരുപാട് ധൃതിയും ഒരുപാട് അർജൻസിയും നിങ്ങളുടെ മൈൻഡിനകത്ത് ഒരുപാട് അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തണം, അതൊക്കെ ഒന്ന് കുറയ്ക്കും. അതായത് ആ ഒരു റഷ്നെസ് കുറച്ച് കുറയ്ക്കാൻ അത് സഹായിക്കും. നിങ്ങളുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് കൂട്ടാനും ഇതുകൊണ്ട് ഗുണം ചെയ്യും. അപ്പോൾ മൈൻഡ്ഫുൾ സൗണ്ട് ബ്രേക്ക് കൂടി ഒന്ന് പരിശീലിച്ച് നോക്കുക. 8ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിഷ്വൽ മൈൻഡ്ഫുൾനെസ് ആങ്കറാണ്. ഇതും വളരെ സിമ്പിളാണ്. നേരത്തെ നമ്മൾ സൗണ്ടിൻ്റെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ നമ്മൾ വിഷ്വലി കാണുന്ന ഒരു കാര്യം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിനകത്തുള്ള ഒരു പ്ലാന്റ്, ഒരു ചെടി, അല്ലെങ്കിൽ ഒരു പ്രത്യേക ബൾബ്, എന്തെങ്കിലും സംതിങ് എൽസ് നിങ്ങൾ റെഗുലറായിട്ട് കാണുന്ന സാധനം തന്നെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് അതിനകത്തുണ്ടാവും. ഒരു ബൾബ് എന്ന് പറയുമ്പോൾ കുറച്ച് വലിയൊരു ബൾബായിരിക്കാം, അല്ലെങ്കിൽ ഒരു കളർ ബൾബായിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യം. ഇത് കാണുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ 2 മിനിറ്റ് ഒന്നും വേണമെന്നില്ല, ഒരു 10 സെക്കൻഡ് നേരത്തേക്കാണെങ്കിൽ പോലും നിങ്ങൾ ബ്രീത്ത് എടുക്കുന്നു, ബ്രീത്ത് വിടുന്നു, അതൊന്ന് ഒബ്സർവ് ചെയ്യുന്നു, അതിൻ്റെ താളം ഒന്ന് ശ്രദ്ധിക്കുന്നു. ഇത്രയും മാത്രം ചെയ്യുക. ഇങ്ങനെ നമ്മൾ മൈൻഡിൻ്റെ കൺട്രോൾ നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. മൈൻഡ്ഫുൾനെസ് ഡെവലപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഫോക്കസ് കൂട്ടുകയാണ്. അതിന് നിങ്ങൾ മനഃപൂർവ്വം നിങ്ങളുടെ ബ്രീത്ത് പോകുന്നതും വരുന്നതും നിങ്ങൾ ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ അതിന് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിനകത്തുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ബൾബോ കർട്ടനോ ഒരു സ്പെഷ്യലായിട്ടുള്ള നിങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റോ എന്തെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന സമയത്ത് ഇത് കാണുമല്ലോ. സോ അങ്ങനെയും നമുക്ക് ചെയ്യാം. സോ സൗണ്ടിന് പകരം ഇവിടെ വിഷ്വൽ ആണെന്ന് മാത്രം കാണുന്ന സമയത്ത് അങ്ങനെ ഒരു 4-5 ഐറ്റംസ് നിങ്ങൾ വീട്ടിൽ അവിടെയും ഇവിടെ ഉള്ളത് നിങ്ങൾ മൈൻഡിൽ വയ്ക്കുക. കാണുന്ന സമയത്ത് ഒരു 10 സെക്കൻഡിനുള്ളിൽ 2-3 തവണ വലിച്ചു വിടുന്നു. ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങളിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ചിന്നിച്ചിതറി കിടക്കുന്ന തോട്ടുകൾ, ചിന്തകളൊക്കെ ഒരുമിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 9ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ വാക്കിംഗ് ആണ്. അതായത് നിങ്ങൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുന്ന സമയത്തും ആ സ്റ്റെപ്പ് കാല് തറയിൽ തൊടുന്നത്, അമരുന്നത്, ആ സൗണ്ട്, നിങ്ങളുടെ ചുറ്റുമുള്ള സൗണ്ട്. നിങ്ങൾ റോട്ടിലൂടെയാണ് ഒരു നല്ല ഒരു നാച്ചുറൽ ഗ്രാമീണ ഭംഗിയുള്ള സ്ഥലത്തിലൂടെയാണ് നടക്കണമെങ്കിൽ പക്ഷികളുടെയും കാറ്റിൻ്റെയൊക്കെ സൗണ്ട് ജസ്റ്റ് എൻജോയ് ചെയ്ത് നടക്കുന്ന ഓരോ മൊമെൻറ്റും നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു. നിങ്ങൾ എവിടെയോ നിങ്ങളുടെ മൈൻഡിനെ, നിങ്ങളുടെ മനസ്സിനെ അലയം വിടാതെ ആ പ്രസൻറ്റിൽ നിലനിർത്തുന്നു. അതായത് എവിടേക്കോ പോയ മൈൻഡിനെ നിങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥയിലേക്ക്, നിങ്ങളിപ്പോൾ എന്താണോ ചെയ്യുന്നത്, നടക്കുകയാണെങ്കിൽ നടക്കുന്നു, സൗണ്ട് എൻജോയ് ചെയ്യുന്നു, നിങ്ങളുടെ ഫോക്കസിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, അലയാൻ വിടാതെ. എന്തുകൊണ്ട് ഇങ്ങനെ അലയാൻ വിടാണ്ട് നമ്മൾ ഫോക്കസ് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ഓരോ ദിവസവും നമ്മുടെ മനസ്സിനകത്തൂടെ കടന്നു പോകുന്നത് ഏകദേശം 40-45,000 തൊട്ട് 60,000 ചിന്തകളാണെന്നുള്ളതാണ് സയൻസ് പറയണത്. അപ്പോൾ അത്രയും ചിന്തകൾ പല വഴിക്കും പോകുന്നതുകൊണ്ട് പലപ്പോഴും നമുക്ക് ഫോക്കസ് കിട്ടണമെന്നില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് നമുക്ക് ഫോക്കസ് കൊണ്ടുവരാൻ നമ്മൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യണം. അതായത് ട്രെയിൻ ചെയ്യണം. നമ്മളെ തന്നെ പരിശീലിപ്പിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു മൈൻഡ്ഫുൾനെസ്സൊക്കെ ഡെവലപ്പ് ആവുള്ളൂ, നമുക്ക് കോൺസെൻട്രേഷൻ കൂടുള്ളൂ, സ്ട്രെസ് ലെവൽ കുറയുള്ളൂ. ചിതറിക്കിടക്കുന്ന ചിന്തകളൊക്കെ നമുക്കൊന്ന് ഏകോപിപ്പിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾക്ക് ഉഷാറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 10ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ടെക്ക് ഫ്രീ സോണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഓരോ ദിവസവും നിങ്ങൾക്ക് ഏതെങ്കിലും ആ സ്ഥലമുണ്ടല്ലോ, ടെക്ക് ഇല്ലാത്ത സ്ഥലം, ആ സ്ഥലത്ത് പോയിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിനകത്തുള്ള പ്രത്യേക ഒരു മുറി, അല്ലെങ്കിൽ ഒരു പ്രത്യേക ചെയർ, അല്ലെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ സിറ്റ് ഔട്ടിലിരിക്കുന്നു, എവിടെയാണെങ്കിലും ശരി, അവിടെ മൊബൈല്, ഗാഡ്ജറ്റ്സ് ഓരോ സാധനവും ഉണ്ടാവാൻ പാടില്ല. മൊബൈലോ ടാബ്ലറ്റോ ലാപ്ടോപ്പോ ടിവിയുടെ സൗണ്ട് ഒന്നും നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ഒന്നുമില്ലാത്ത ഒരു സ്ഥലം. നിങ്ങൾ സ്ക്രീനിൻ്റെ മുമ്പിൽ നിന്ന് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ സ്ട്രെസ്സ് കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളുടെ ഫോക്കസ് കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, നിങ്ങൾ ഫിസിക്കലി ഭൗതികമായിട്ട് നിങ്ങളുടെ ചുറ്റുപാടുമായിട്ടുള്ള നിങ്ങളുടെ ഒരു ബന്ധം ഡെവലപ്പ് ആവുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. മറ്റേത് നിങ്ങൾ ഏതോ ഒരു ലോകത്താണ്, ഈ ലോകത്തല്ല, അവിടെയൊക്കെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ പോലും നിങ്ങളറിയത്തില്ല. സോ അങ്ങനെയും നമ്മൾ ഫോക്കസ് കൂട്ടുന്ന പരിപാടി ചെയ്യുകയാണ്. അങ്ങനെ ഈ ഒരു 10 കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂടും, സ്ട്രെസ് ലെവൽ കുറയും, ടോട്ടലി നിങ്ങളെ മൈൻഡ്ഫുൾനെസ് ലെവൽ കൂടിക്കൊണ്ടിരിക്കും, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ വിജയിക്കാൻ ഇതെല്ലാം ആവശ്യവുമാണ്.